ഇല്ല എനിക്ക് ഓൺലൈനാ. ഓൺലൈനാണോ? എങ്ങനെയുണ്ട്? വൈകിട്ട് എങ്ങനെയുണ്ട്? കുറവുണ്ട്. ആ മഴയുണ്ടായി. ഞങ്ങള് കുളിച്ചാ വന്ന് ഇവിടെ എത്താനായിട്ട് ഇച്ചിരി വെയിലിട്ടിട്ട് ഇതൊക്കെ ഉണങ്ങി. ഞാൻ വണ്ടിയിൽ ഇങ്ങനെ വിടർത്തിട്ട് ആ ഇവിടെ എത്താനായിട്ട് ഇച്ചിരി വെയിലിട്ടായിരുന്നേ. അപ്പൊ ഞാൻ നല്ലോണം കൂടി ഇതിന്റെ നന്നായിട്ട് കുളിച്ചാ വന്ന് ജീൻസൊക്കെ തേക്ക് ഞങ്ങള് മിനിയാന്ന് വരാൻ വേണ്ടി ഇരുന്നതാ. അപ്പൊ മിനിയാന്ന് പിന്നെ വന്നപ്പോ നല്ല കാലാവസ്ഥയായിരുന്നു. വ്യത്യാസം പോയി. പിന്നെ പുതുവൈപ്പ് ബീച്ചിലൊക്കെ ഒന്ന് പോയി. അപ്പൊ അവിടെയൊക്കെ ഒന്ന് പോയിട്ട് നൂറുമാനെ പിടിച്ചോ, ധൈര്യമായിട്ട് പിടിച്ചോ. വൃത്തിയായിട്ട് ഉയർത്തി പിടിച്ചിട്ട് ഉമ്മച്ചി ഇന്നത് അറിഞ്ഞിട്ട് വനമറുണ്ടിക്കലായിരുന്നു. ഞങ്ങളുടെ ബൈക്കിന് കൊണ്ട് പെട്ടെന്ന് പോയിട്ട് വരാം. ഉമ്മച്ചത് എന്താ പറ്റിയേ? ഞാൻ ഇങ്ങനെ കേട്ടപ്പോ ഉമ്മച്ചി ഭയങ്കര ഷോക്കായി പോയി. എല്ലാവർക്കും അതന്നെ. ഞാൻ ആരോടും പറഞ്ഞില്ല. ഞാൻ ആ ലേതനെ വിളിച്ചിട്ടാ പോയത്. വീട്ടിലൊക്കെ അറിഞ്ഞു. ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ കാലിന് എങ്ങനെ മനസ്സിലായി ഇതാന്ന്? അങ്ങനെ കാലിനും അപ്പഴാ കണ്ടേ. അപ്പൊ ഇതെന്തത് ഇങ്ങനെ? അപ്പൊ ഞാൻ കഴുകി നല്ലോണം സോപ്പിട്ടിട്ട് അപ്പൊ പിന്നെ അതുപോലെ ചോര വന്നു. അപ്പൊ ഞാൻ ലേതനെ വിളിച്ചിട്ട് വിഷവൈദ്യന്റെ കൂടെ. അപ്പൊ ഇത് പാമ്പ് തന്നെയാണോന്ന് അറിയാൻ വേണ്ടി അവരവിടെ പോയതാ. അപ്പൊ അവര് പറഞ്ഞു ഇത് അതന്നെയാണ്. പക്ഷെ ഞങ്ങളിപ്പോ നോക്കില്ല. ഹോസ്പിറ്റലിൽ പോയേ. അവിടെ പോയിട്ട് ഇത് തന്നെയാണോന്ന് അറിയണ്ടേ നമുക്ക്. അപ്പൊ ഞാനങ്ങനെ അവിടുന്ന് അങ്ങനെ ഓട്ടോറിക്ഷയില് അങ്ങനെ പോയി. അവിടെ ചെന്നപ്പോ അവര് അവിടെ അഡ്മിറ്റ് ആക്കി. ഞാൻ നോക്കിയപ്പോ യൂട്യൂബില് കാലൊക്കെ പരിശോധിച്ചു. ഇവിടെ വന്ന് അതിന് വിറ്റുന്നാൾ നീലോട്ട് വിളിച്ചേ. അപ്പൊ നീലോട്ട് ഉമ്മ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ ഉമ്മ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയത്. അപ്പൊ ഞാൻ ഇത് പറഞ്ഞില്ല, അറിഞ്ഞില്ലല്ലോ. യൂട്യൂബിൽ കണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറങ്ങാണ്ടി ഇരിക്കാൻ വേണ്ടി കുറെ നേരമൊക്കെ ഇവിടെ ഇരുന്ന്. പക്ഷെ ടെസ്റ്റ് ചെയ്തപ്പോഴൊന്നും അതിലൊന്നും കുഴപ്പമില്ല. ഇതിങ്ങനെ പനി വന്നത് അതിന് ശേഷമാണോ? അത് പേടിച്ചിട്ടേ എന്താ കൊറേ ആയിട്ട് എനിക്ക് നല്ല തേളിന്റെ ഒരു കുത്ത് കിട്ടി കഴിയുമ്പേ. അതിപ്പോ തന്നെ 2 ആഴ്ചയായി. എന്നിട്ട് ഇന്നലെ ഡോക്ടർ അല്ല വീട്ടിൽ എവിടുന്നാണോ അത് ഞാൻ അറിയണില്ല. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു അന്ന് തന്നെ വന്നിട്ട് ഒരു ഇഞ്ചക്ഷൻ 2 ഗുളികയും കഴിച്ചാൽ മാറിയിരുന്നു. അപ്പൊ വരായിരുന്നില്ലേ ചോദിച്ചിനോട്. ഇന്നലെ പോയിട്ടാണ് കാണിച്ചത്. അപ്പൊ കുറഞ്ഞുണ്ട്. പാമ്പന്നെയാണ്. എന്താ എല്ലാരും പറയാം പാമ്പാവില്ലെന്ന്. പാമ്പാണ്. എന്തായാലും വെച്ചാൽ ഞാനിങ്ങനെ കാല് വെച്ചിട്ടേ ആ തെങ്ങിന്റെ കടക്കുന്ന ഇങ്ങനെ പറിക്കാം. കേറിയില്ല. അപ്പൊ ഇങ്ങനൊരു തട്ട്. അപ്പൊ ഞാൻ എന്താ തട്ടിച്ചിട്ട് ഒന്നുമില്ല. അവിടെ ഒന്നും കാണാനില്ല. അത് എന്താണെന്ന് വെച്ചിട്ട് ഞാൻ മറന്നു. പിന്നെ കുളിക്കണത് കണ്ടപ്പോഴാണ് ഇങ്ങനെ തന്നെയാണെന്ന് ഇങ്ങനെ ഓർത്തത്. ഇപ്പൊ തന്നെ പോയിക്കോളെ. ഇന്നലെ ഒന്നും ഇറങ്ങാൻ യാതൊരു അവസ്ഥയില്ല. ഇന്ന് പോണ്ടടി. പെട്ടെന്ന് ഇങ്ങനെ അല്ല പകല രാവിലെ പോയി. അവിടെ പറഞ്ഞ പോലെ പണിയൊക്കെ ചായം കടി എല്ലാവരും ഉണ്ടാക്കി വെച്ചിട്ടാ പോവാ. അരിയുന്നുള്ളൂ. നീലുമോള് വിളിക്കലില്ലേ? നീലുമോള് അങ്ങനെ ഇത്ര പെട്ടെന്ന് ബിരിയാണി ഒക്കെ വെച്ച് പഠിച്ചേന്ന് പറഞ്ഞു. എല്ലാം ചെയ്യും ഇപ്പൊ അവള്. ഓട്ടോമാറ്റിക് ആയിട്ടുണ്ട്.
അവിടെ ആയതുകൊണ്ടല്ലേ അല്ല നമുക്കൊരു കൂട്ടായല്ലോ. കഴിഞ്ഞ വെക്കേഷനല്ലേ കൈ പ്ലാസ്റ്റിക് ഇട്ടാ കഴിഞ്ഞ കഴിച്ചിട്ട് വെക്കേഷനാ വെക്കേഷന് ക്ലാസ്സിലപ്പോൾ ആയിരുന്നല്ലേ. ഇതേ ടൈമിലൊക്കെ തന്നെ അല്ലേ കല്യാണ ടൈമിൽ വീടില്ല. ഡിസംബർ കല്യാണം കഴിഞ്ഞില്ല അടുത്ത ഡിസംബർ ടൈമിലായിരുന്നു ഞങ്ങൾ വരുമ്പോൾ കൈ ഇങ്ങനെയായിരുന്നു. ഡിസംബറിലാണ് ഈ കൈ വെട്ടിട്ട് അവന്റെ ടീച്ചറിനെ വിളിക്കുന്നത് അതാണ് അതിനകത്ത് മറ്റേ മമ്മിയില്ലേ തടിച്ച മമ്മ ആ മമ്മയുണ്ട് അതിനകത്ത് വീഡിയോയില്. അതിപ്പോ അധികം തടിയില്ലല്ലോ. ഞാനിപ്പോ ലാസ്റ്റ് ഇപ്പൊ കണ്ട ആ മാമയുണ്ട് അതിനകത്ത്. മാമ അത് പെരുന്നാളിന് പോയതാണോ ചോദിച്ചത്. ഇല്ല അപ്പൊ ഒന്ന് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ കൊണ്ടുപോയതാ. അന്നെനിക്ക് കുറച്ചിലുണ്ട് പിന്നീട് അതെന്ന് ചോദിച്ചാ മനത്ത് ഇവിടെ ഉണ്ടായില്ലേന്ന് ചോദിച്ചാ. അപ്പൊ വേറെ ഇവിടെ അങ്ങോട്ട് പോയി. ആണോ? അപ്പൊ താരത്തു വേറെ കുട്ടി അവിടെ ഉണ്ടായിരുന്നു. കാരണം ഇവളെ മാതിരി തന്നെ ഭയങ്കര കുരിപ്പായിട്ട് ഓടി ഉറപ്പുണ്ടായിരുന്നു നമ്മുടെ സുന്ദരി. അതിന്റെ വീഡിയോസ് ഒരു പ്രാവശ്യം കണ്ടായിരുന്നു. മറ്റേ ഒരു ചട്ടില്ലേ എന്താ അതിന്റെ പേര് അല്ല ഇത്താടെ ചടത്തി അതിന്റെ അതിന്റെ ഉണ്ടായിരുന്നു. അതേ പറഞ്ഞു. അതെനിക്ക് ഇക്ക് കാണുന്നത് ഞങ്ങളെല്ലാരും കാണാറുണ്ട് എല്ലാവരും. മതിയോ? വരവേ അവനെന്താണ് നോക്കാം. എന്താ അത് ഞാൻ വണ്ടി ഓടുമ്പോ ഇതിനുള്ളിലോട്ട് തിരികും. പറഞ്ഞതിന്റെ ഇല്ലില്ല ഞാൻ ഇങ്ങനെ തിരികെ വണ്ടി പോകും. ശരി.